ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെ നടപടികൾ കടുപ്പിച്ച് ജമ്മു കശ്മീർ പോലീസ് 2800 പേരെ നിലവിൽ കസ്റ്റഡിയിലെടുത്തെന്ന് കശ്മീർ IG VK ബിർദി അറിയിച്ചു. 90 പേർക്കെതിരെ PSC നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തു. അതേസമയം തുടർച്ചയായ 11ാം ദിവസവും അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ മേഘ പി പണിക്കർ നൽകും. മേഘ, കശ്മീർ പാക് അതിർത്തിയിൽ വലിയ തരത്തിലുള്ള ഒരു പ്രകോപനം തന്നെയാണ് ഇത്രയധികം ദിവസങ്ങൾ പിന്നിടുമ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കൂടുതൽ കണ്ടെത്തലുകളും പോലീസിന്റെ ഭാഗത്തുനിന്നും NIA ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ്. ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജമ്മു കശ്മീർ പോലീസ്. എന്തൊക്കെയാണ് ഇപ്പോൾ അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ? രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ മെയ് 4-5 തീയതികളിലായി ജമ്മു കാശ്മീരിലെ ഒന്നിലധികം മേഖലകളിലാണ് പാകിസ്ഥാൻ സൈന്യം പ്രകോപനം ഒന്നും തന്നെ ഇല്ലാതെ വെടിവെപ്പ് നടത്തിയത്. ഇതിനെല്ലാം തന്നെ മറുപടി ഇന്ത്യ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സൈന്യം കൃത്യമായിട്ട് മറുപടി നൽകി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെയും മരണസംഖ്യയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. വെടിവെപ്പിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടിയാണ് നൽകിയത് എന്നുള്ളൊരു കാര്യം മാത്രമേ വ്യക്തമാകുന്നുള്ളൂ. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെന്ധാർ, നൌഷേര, സുന്ദർബാനി, അക്നൂർ എന്നീ പ്രദേശങ്ങളിലാണ് ഇങ്ങനെ ആക്രമണം നടക്കുന്നത്. വെടിവെപ്പ് ഉണ്ടാകുകയാണ്. ഇതെല്ലാം കരാർ ലംഘിച്ചുകൊണ്ടുള്ള ഒരു അക്രമമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായിരുന്നത്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ രീതിയിലാണ് ഇപ്പോൾ മോശമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ പാകിസ്ഥാൻ മേലെ ചുമത്തിയിട്ടുണ്ട്. അതിപ്പോൾ വെള്ളത്തിന്റെ കാര്യമായാലും കഴിഞ്ഞ ദിവസമാണ് ഡാമിന്റെ ഷട്ടറുകളെല്ലാം തന്നെ അടച്ചിരിക്കുന്നത്. അതും പൂർണ്ണമായും അടച്ചിട്ടില്ല, പക്ഷേ ഭാഗികമായി അടച്ചിരിക്കുകയാണ്. ഇതിലൂടെ എല്ലാം തന്നെ ഈ വെള്ളത്തിന്റെ ലഭ്യത കുറയ്ക്കുക എന്നുള്ള ഒരു കാര്യമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതേസമയം ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെ നടപടികൾ ജമ്മു കാശ്മീർ പോലീസ് കടുപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 2800 പേരാണ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ കശ്മീർ IG VK ബിർദി അറിയിച്ചിട്ടുണ്ട്. ഈ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ ഇവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട് മുതലായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ഇതിന്റെ അല്ലെങ്കിൽ പണത്തിന്റെ മുകളിലാണോ അതോ ഭീഷണിയുടെ മുകളിലാണോ മുതലായ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരികയാണ്. ഏകദേശം 90 പേർക്കെതിരെയാണ് PSA നിയമപ്രകാരം നിലവിൽ കേസ് എടുത്തിരിക്കുന്നത്. ഇവർ ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പ്രധാനമന്ത്രിയുമായിട്ട് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ചർച്ചയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഇതിലെല്ലാം തന്നെ ഇക്കാര്യങ്ങൾ അവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ അക്രമികളെ കണ്ടുപിടിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാവുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്. അതേസമയം ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന ഒരു ഭീഷണിയുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ആണവ അക്രമത്തിന് മടിക്കില്ലെന്നാണ് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസഡർ ആയിട്ടുള്ള മുഹമ്മദ് ഖാലിദ് ജമാലി പറഞ്ഞിരിക്കുന്നത്. സിന്ധു നദീജലം തടഞ്ഞു നിർത്തിയാൽ ഇന്ത്യക്കെതിരെ സൈനിക ആക്രമണം നടത്തുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്നലെ ഒരു ഭീഷണി മുഴക്കിയിരുന്നു. നമുക്കറിയാം, ഈ സിന്ധു നദീജലം അത് എത്രത്തോളം, അല്ലെങ്കിൽ ആ കരാർ ഇപ്പോൾ താൽക്കാലികമായി റദ്ദാക്കിയത് വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ വെള്ളത്തിന്റെ തോത് നിയന്ത്രിക്കുകയും ചെയ്തത്. ഇക്കാരണത്താലൊക്കെ തന്നെ പാകിസ്ഥാനിലെ കാർഷിക മേഖല, അതായത് പാകിസ്ഥാന്റെ വളരെ വലിയൊരു GDP ഭാഗമാണ് ഈ കാർഷിക മേഖല. ഇവിടെ നിന്നുള്ള പണവും അല്ലെങ്കിൽ അവിടുത്തെ വരുമാന മാർഗങ്ങളെല്ലാം തന്നെ വളരെ വലിയൊരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പാക്കിന്റെ GDP-യുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ മേളിലുള്ള ഒരു ഭീഷണി തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ ഡാമിന്റെ ഒക്കെ തന്നെ ഷട്ടറുകൾ താഴ്ത്തുന്നതിലൂടെ തന്നെ ജലത്തിന്റെ ലഭ്യത കുറയുക മുതലായ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിനെതിരെയുള്ള ഭീഷണികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സിന്ധു നദീജലം തടഞ്ഞാൽ യുദ്ധമെന്ന് പ്രഖ്യാപിച്ച് നേരത്തെ പാകിസ്ഥാൻ രംഗത്തെത്തിയിരുന്നു. വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരു യുദ്ധാന്തരീക്ഷം തന്നെ നിലനിൽക്കുകയാണ് അതിർത്തിയിൽ. ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ ഭീകരാന്തരീക്ഷം, അത് തുടച്ചു നീക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഇന്ത്യൻ സൈന്യം. ഇപ്പോഴിതാ ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികളും ജമ്മു കശ്മീർ പോലീസും എല്ലാം എടുത്തിരിക്കുകയാണ്. 1 2 അല്ലെങ്കിൽ 100 ആൾക്കാരല്ല, 2800 പേരെയാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കാണുമ്പോൾ അതിർത്തിയിലെ എത്രത്തോളം സുരക്ഷിതത്വം ഉറപ്പിക്കാൻ നമുക്ക്, അതുപോലെ തന്നെ ഇനിയും എത്രത്തോളം അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊജക്റ്റുകൾ നമുക്ക് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടി വരും ഇന്ത്യൻ സൈന്യം? ഇവിടെ ഒരു മൾട്ടി പ്രോൺ സ്ട്രാറ്റജിയാണ് വേണ്ടത്. ആഭ്യന്തരമായി സുരക്ഷ ഒരുക്കണം. അതായത് ഭീകരരെ നേരിട്ടും അല്ലാതെയും സഹായിച്ച ആഭ്യന്തരമായ ശത്രുക്കളെ
അവർ ജമ്മു ആൻഡ് കശ്മീരിലുള്ളവരാണെങ്കിലും അല്ലായെങ്കിലും അവരിലേക്ക് അന്വേഷണം ആദ്യഘട്ടത്തിൽ നീങ്ങേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ലോക്കൽ പിന്തുണ ലഭിക്കാതെ, പ്രാദേശിക പിന്തുണ ലഭിക്കാതെ ഒരു ഭീകര പ്രസ്ഥാനത്തിനും ഇഫക്റ്റീവായി ഒരു ഭീകരാക്രമണം നടത്താനാവില്ല. അതുകൊണ്ടാണ് 2800 പേരിലേക്ക് അന്വേഷണം നീണ്ടതും. അത് ആ സ്പോട്ടിലുണ്ടായിരുന്ന കച്ചവടക്കാരുൾപ്പെടെ മറ്റ് കുതിരക്കാര്, കച്ചവടക്കാര്, ഫോട്ടോഗ്രാഫേഴ്സ്, അങ്ങനെയൊക്കെ എല്ലാ വിഭാഗം ആളുകളിലേക്കും അന്വേഷണം നീങ്ങുകയാണ്. ആ സ്പോട്ടിൽ തന്നെ ഉണ്ടായിരുന്ന 100 ലോക്കൽസിനെ അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യുന്നു. അത് മാത്രമല്ല, വ്യാപകമായി ബന്ധം ആരോപിക്കുന്ന ആളുകളെ, മുൻകാല തീവ്രവാദികളെയും മുൻകാല തീവ്രവാദ ബന്ധം ആരോപിച്ചവരെയും സംശയത്തിന്റെ നിഴലിലുള്ളവരെയും എല്ലാം തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു തിരക്കിലാണ്. അത് ആഭ്യന്തരമായി. വിദേശ നയത്തിന്റെ ഭാഗമായി, സുരക്ഷാ നയത്തിന്റെ ഭാഗമായി, പ്രത്യേകിച്ച് നമ്മുടെ നയതന്ത്രത്തിന്റെ ഭാഗമായി കർശനമായ നിലപാടുകൾ തുടരുകയാണ്. അതുകൊണ്ടാണ് നദീജല കരാർ മരവിപ്പിച്ചത് പ്രാവർത്തികമാക്കുന്ന തിരക്കിലാണ്. ഝലം നദിയിലെ ഒഴുക്ക് കഴിഞ്ഞ ആഴ്ച നിയന്ത്രിച്ചിരുന്നു. ഇന്ന് വീണ്ടും ഝലം നദിയിലെ ഡാമുകൾ ചെറിയ തോതിൽ ഷട്ടറുകൾ താഴ്ത്തുന്ന കാഴ്ച കണ്ടു. കഴിഞ്ഞ ദിവസം ചെനാബ് നദിയിലെ ഷട്ടറുകൾ ഭാഗികമായി താഴ്ത്തുകയാണ്. അങ്ങനെ വെള്ളത്തിന്റെ ഒഴുക്ക് പാകിസ്ഥാനിലേക്ക് പോകേണ്ട ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുക വഴി പാകിസ്ഥാന്റെ ഭീഷണിക്ക് യാതൊരു വിലയുമില്ല എന്ന് ഇന്ത്യ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ജലം നിയന്ത്രിച്ചാൽ, അല്ലെങ്കിൽ ഡാം കെട്ടി ജലം തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾ ആണവമായി വരെ ആക്രമിക്കും എന്ന ഒരു ഭീഷണി പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇതിനെല്ലാം തൃണവൽ ഗണിച്ചുകൊണ്ട് ഭാരതം ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി ചിട്ടയോടുകൂടി ചെയ്തു തീർക്കുന്ന ഒരു തിരക്കിലാണ്. ഒരു ഭൗതികമായ ഒരു മിലിറ്ററി ആക്രമണം ഉണ്ടായില്ല എന്നത് സത്യമാണ്. അത് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. ആ രീതിയിലുള്ള ഉറപ്പുകളാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നൽകിയിരിക്കുന്നത്. എന്നാൽ മറ്റ് നടപടികളെല്ലാം തന്നെ ലോകരാജ്യങ്ങളെല്ലാം കോൺഫിഡൻസ് എടുക്കുന്നു. അത് മാത്രമല്ല, ഈ നയതന്ത്ര നീക്കങ്ങളിലൂടെ എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ നമ്മൾ തേടാൻ ശ്രമിക്കുകയാണ്. യുദ്ധത്തിനുള്ള പിന്തുണയല്ല, മറിച്ച് യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉൾപ്പെടെ എടുക്കേണ്ട നിലപാടുകൾ ഈ രാജ്യങ്ങൾ കൂലങ്കഷമായി ആലോചിക്കേണ്ടതുണ്ട്. ന്യായാന്യായങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അടിക്ക് തിരിച്ചടി എന്നത് ന്യായമായ അവകാശമായി ഇന്ത്യ പ്രൊജക്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടെ നിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് തീരെ ചെറിയ കാര്യമല്ല എന്നാണ് പറയാനൊക്കുന്നത്. അത് മാത്രമല്ല, ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അതൊരു ഇന്റർനാഷണൽ കൺസോർഷ്യമാണ്. 40 രാജ്യങ്ങളും സംഘടനകളും എല്ലാം അടങ്ങുന്ന ഒരു ഏജൻസിയാണ്. അവരാണ് ഭീകരവാദത്തിന് പിന്തുണ കൊടുക്കുന്ന രാജ്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക, അവർക്കുള്ള ഫണ്ടിങ് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പണം വകമാറ്റി തീവ്രവാദികളിലേക്ക് ചെലവഴിക്കുക വഴി രാജ്യങ്ങൾ വലിയ തോതിലാണ് അരാജകത്വം സൃഷ്ടിക്കുന്ന ലോക വ്യവസ്ഥയിൽ. അങ്ങനെ ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ. 2018 മുതൽ 22 വരെ ഗ്രേ ലിസ്റ്റിൽ പെട്ട ഒരു രാജ്യമായിരുന്നു. ഒരിക്കൽ കൂടി അതിനെ ഗ്രേ ലിസ്റ്റിൽ കൊണ്ടുവരാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭാരതം. അതുകൊണ്ട് ഇപ്പോൾ ബെയിൽ ഔട്ട് പാക്കേജിലാണ്, IMFന്റെ ഒരു ബെയിൽ ഔട്ട് പാക്കേജിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. 24ാമത്തെ ബെയിൽ ഔട്ട് പാക്കേജാണ് സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് ഉൾപ്പെടെ IMFന്റെ ഉൾപ്പെടെ ഫണ്ടിങ് നിർത്തിവെക്കാനുള്ള എല്ലാ നയതന്ത്ര നീക്കവും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. $300 ബില്യൺ എക്സ്റ്റേണൽ ഡെറ്റ് പാകിസ്ഥാൻ ഉണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ട് പാകിസ്ഥാൻ ഇക്കോണമി കേവലം 1.9 ട്രില്യൺ മാത്രമുള്ള പാകിസ്ഥാൻ ഇക്കോണമി ഇപ്പോൾ തന്നെ 43ാം സ്ഥാനത്താണ് ലോകത്ത്. അത് ഇനിയും താഴെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ചൈനയുടെ പിന്തുണ മാത്രം കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല. ചൈന ഉൾപ്പെടെ $29 ബില്യൺ ഡെറ്റാണ് ചൈനയ്ക്ക് ഉള്ളത്. പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുത്തു തീർക്കാനുള്ളത്. അതുകൊണ്ട് ചൈന മാത്രം വിചാരിച്ചാൽ പാകിസ്ഥാനെ ബെയിലൗട്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇന്ത്യക്കറിയാം. അതുകൊണ്ട് വലിയ തോതിൽ സാമ്പത്തികമായി ജനിക്കുന്ന ഒരു നടപടി. പാകിസ്ഥാൻ അതേസമയം ബംഗ്ലാദേശിന്റെ കൂടെ സഹായം തേടുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം കണ്ടു. ബംഗ്ലാദേശിന്റെ ഫോർമർ മേജർ ജനറൽ, അത് ബംഗ്ലാദേശ് റൈഫിൾസിന്റെ മേജർ ജനറലാണ് ഫസലുർ റഹ്മാൻ, കഴിഞ്ഞ ദിവസം ഒരു വലിയ വിവാദ പ്രസ്താവന നടത്തി. അദ്ദേഹം ഇപ്പോൾ നാഷണൽ ഇൻഡിപെൻഡൻസ് കമ്മീഷൻ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഏറ്റെടുക്കാൻ ബംഗ്ലാദേശ് തയ്യാറാകണം, ഒരു ആക്രമണം, ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി ഒരു ആക്രമണം നടത്തണമെന്ന രീതിയിൽ കിഴക്ക് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ബംഗ്ലാദേശിന് രംഗത്ത് വരുന്നു. ഔപചാരികമല്ലെങ്കിൽ പോലും ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് യൂനിസിന്റെ ഇഷ്ടക്കാരൻ കൂടിയാണ് ഫസലുർ റഹ്മാൻ. അപ്പൊ അങ്ങനെ ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഒരു അച്ചുതണ്ട് രൂപപ്പെട്ടു വരുന്നു എങ്കിൽ അത് ഇന്ത്യക്ക് വലിയ അലോസരം തന്നെയാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിനെ നള്ളിഫൈ ചെയ്ത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ചിക്കൻ നെക്ക് ഭാഗം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ സിലിഗുരി പാസ്,
അത് സെക്യൂർ നിർത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് യുദ്ധം എന്ന് പറയുമ്പോൾ പടിഞ്ഞാറൻ അതിർത്തിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സൈനിക വിന്യാസമല്ല ഭാരതം ആക്ച്വലി നടത്തേണ്ടത്. ചോദിക്കുകയാണ്, അപ്പോൾ ഇന്ത്യയുമായി ഒരു സൈനിക സംഘർഷം മുന്നിൽ കണ്ടിപ്പോൾ അതിർത്തിയോട് ചേർന്ന് തന്നെ ഒരു അമ്യൂണിഷൻ ഡിപ്പോ പാക് സൈന്യം സജ്ജമാക്കുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടുകളൊക്കെ ഇതിനിടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം ഇന്ത്യയുമായുള്ള ഒരു സംഘടനം ഉണ്ടായാൽ എത്രത്തോളം പാകിസ്ഥാന് നേരിടാൻ പറ്റും? ആ ഒരു പ്രതിസന്ധി പാക് സൈനിക നേതൃത്വത്തിന് ഒരു ഭീതിയായി തന്നെ നിലനിൽക്കുകയല്ലേ? തീർച്ചയായും സൈനിക ഡിപ്പോകൾ പാകിസ്ഥാൻ വലിയ തോതിൽ അതിർത്തിയിൽ സൈനിക വിന്യാസം പാകിസ്ഥാനും നടത്തുന്നുണ്ട്. നമ്മുടെ യുദ്ധ ഒരുക്കങ്ങൾ തീർച്ചയായും കാശ്മീർ അതിർത്തിയിൽ LOC അതിന് മറുവശത്തെ പാക് അധിനിവേശ കാശ്മീരിൽ വലിയ രീതിയിലുള്ള യുദ്ധ തയ്യാറെടുപ്പുകൾ പാകിസ്ഥാനും നടത്തുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപക്ഷെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുമോ എന്ന ഒരു സന്ദേഹം പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് ആ ഭാഗം സെക്യൂർ ചെയ്യുന്ന ഒരു തിരക്കിലാണ്. അതുപോലെ നാവിക സാന്നിധ്യവും പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ നാവിക ശക്തിക്ക് പിന്നിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാനാവില്ല എന്നത് പരമസത്യമാണ്. കാരണം ഇന്ത്യക്ക് 2 വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെ അതിശക്തമായ നാവിക വ്യൂഹമുണ്ട്. നേവൽ എക്സസൈസ് ഉൾപ്പെടെ പാകിസ്ഥാനെ ഭയപ്പെടുത്താൻ പോകുന്നതാണ്. അതുകൊണ്ട് പാകിസ്ഥാനും മറുപക്ഷത്തെ പാകിസ്ഥാന്റെ കടലിൽ, അതായത് കറാച്ചിയോടടുത്തുള്ള മേഖലയിൽ നേവൽ എക്സസൈസ് ആണ്. അതുകൊണ്ട് സർവ്വസജ്ജമായി 2 രാജ്യങ്ങളും നിൽക്കുകയാണ്. അതുകൊണ്ട് മിലിറ്ററി പാരിറ്റി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലില്ല. ഇന്ത്യക്ക് വലിയ തോതിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സൈനികമായി എയർഫോഴ്സ് ആണെങ്കിലും നേവി ആണെങ്കിലും കരസേനയാണെങ്കിലും വ്യക്തമായ ആധിപത്യവും അമ്യൂണീഷൻസും ഉണ്ട്. പാകിസ്ഥാൻ ഒരു കേവലം 7 or 8 ദിവസത്തേക്കുള്ള വെടിക്കോപ്പുകൾ മാത്രമേ പാകിസ്ഥാന് ഒരുപക്ഷെ ഉണ്ടാവൂ. അത് മറ്റ് റീപ്ലേനിഷ്മെന്റ് എത്തുന്നില്ല എങ്കിൽ പാകിസ്ഥാന് ഒരു ദീർഘകാല യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുക അസാധ്യമാണ്. പക്ഷേ മറ്റൊരു രൂപത്തിലേക്ക് യുദ്ധം നീളാനും അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയുടെ ഇടപെടൽ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് മാതൃകാപരമായി സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്തി ഇന്ത്യ ആ തങ്ങളുടെ ദൗത്യം, രാജ്യത്തോടുള്ള ദൗത്യം, മരണമടന്ന 26 പേരോടുള്ള അവരുടെ ഫാമിലീസിനോടുള്ള ഐക്യദാർഢ്യം തീർച്ചയായും പ്രഖ്യാപിക്കണം. അത് രാജ്യത്തിന്റെ ആവശ്യമായി പ്രധാനമന്ത്രിയും ദേശീയ നേതാക്കളും പറയുന്നു. രാജ്യം അത് ആഗ്രഹിക്കുന്നു. ന്യായമായ മറുപടി, ആ ന്യായമായ മറുപടി ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രോളിഫറേഷൻ എന്നത് ഈ വാർ പ്രോളിഫറേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വ്യാപനം, ഒരു വെർട്ടിക്കൽ ലെവലിലുള്ള എസ്കലേഷൻ എന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം 2 രാജ്യങ്ങളും ബിൽഡപ്പിലാണ്. പക്ഷേ ഒരു ഹൊറിസോണ്ടൽ ലെവലിൽ, സമാന്തര ലെവലിൽ, അതായത് കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വരുന്ന രീതിയിൽ ഒരു ഹൊറിസോണ്ടൽ എസ്കലേഷൻ ഒരുപക്ഷെ ഇപ്പോൾ അനാരോഗ്യപരമായ കാര്യമാണ്. അതുകൊണ്ട് യുദ്ധത്തെ അല്ലെങ്കിൽ ആക്രമണത്തെ ലോക്കലൈസ് ചെയ്ത് നിർത്താനാണ് ഭാരതം ആഗ്രഹിക്കുന്നത്. അതേസമയം യുദ്ധത്തെ വ്യാപകവൽക്കരിക്കാൻ, യുദ്ധമുണ്ടായാൽ അത് വ്യാപകവൽക്കരിക്കാനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു തന്ത്രപരമായി വരുന്നുണ്ട്. ചൈനയെ എങ്ങനെയെങ്കിലും ഇടപെടുത്താനുള്ള ശ്രമം പാകിസ്ഥാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ചൈനയ്ക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിന് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ചൈനീസ് മിലിറ്ററി വലിയൊരു പർച്ചിന്റെ മധ്യത്തിലായിരുന്നു. അഴിമതിക്കാരായ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഷീ ജിൻപിങ് പുറത്താക്കി. അതുകൊണ്ട് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ആത്മവീര്യം അത്ര വലുതല്ല. അത് മാത്രമല്ല ഷിൻജിയാൻ പ്രോവിൻസ് ഉൾപ്പെടെ ചൈനയിൽ ഇസ്ലാമിക ഭീകരതയുടെ ഇരകളാണ് ആ പ്രോവിൻസിലെ ആളുകൾ. അതുകൊണ്ട് പാകിസ്ഥാനുമായി ഒരു പരിധിയിൽ കൂടുതലുള്ള വൈകാരിക ബന്ധം പുലർത്തുന്നതിനും ചൈനയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് 2027 പാർട്ടി കോൺഗ്രസിന് മുൻപ് കാര്യങ്ങൾ ഹാജരാക്കുമ്പോൾ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് കുറച്ചുകൂടി വ്യക്തമായ ശക്തമായ ഇക്കോണമിയെ ഹാജരാക്കണമെങ്കിൽ ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര യുദ്ധം ഉൾപ്പെടെ നടക്കുന്നതുകൊണ്ട് മറ്റൊരു യുദ്ധത്തിലേക്ക്, അയൽപക്കത്തൊരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ ചൈനയും ഒരുപക്ഷെ ആഗ്രഹിക്കില്ല. ഇന്ത്യ ഒരു വലിയ മാർക്കറ്റ് കൂടിയാണ്. അപ്പൊ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഉടനെ തന്നെ ഒരു സൈനിക നടപടി ആരംഭിച്ചാൽ ഈ ഒരു ആയുധ സംഭരണത്തിലെ ദൗർലഭ്യവും അല്ലെങ്കിൽ സാമ്പത്തിക ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ വളരെ പിന്നിലാണ്. അപ്പോൾ ഒരു 96 മണിക്കൂർ പോലും പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് സാധിക്കില്ല, അല്ലേ? അങ്ങനെ കൃത്യമായി പറയാനാവില്ല. കാരണം നമ്മൾ ഒരിക്കലും ഒരു ശത്രുവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയല്ല. പാകിസ്ഥാൻ അത്യന്താധുനികമായ ആയുധങ്ങളുണ്ട്. അമേരിക്ക നൽകിയ ആയുധങ്ങളുണ്ട്, ചൈനീസ് ആയുധങ്ങളുണ്ട്. തീർച്ചയായും മറ്റ് പല രീതിയിൽ നിന്നും ഹെൽപ്പ് ലഭിക്കും. അവരുടെ ISI സംവിധാനമൊക്കെ കുറച്ചൊക്കെ കാര്യക്ഷമമാണ്. അതൊക്കെ ആർമിയുടെ കൺട്രോളിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും ആർമിയാണ് രാജ്യം. അല്ലെങ്കിൽ എല്ലാ രാജ്യത്തിനും ഒരു സൈന്യമുണ്ട്. പക്ഷെ സൈന്യത്തിന് വേണ്ടി ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പേരാകുന്നു പാകിസ്ഥാൻ. അപ്പൊ സൈന്യമാണ് എല്ലാം. സൈന്യത്തിന്റെ ഒരു ആവശ്യമനുസരിച്ച്, പ്രത്യേകിച്ച് സൈന്യത്തിന്റെ ജനറൽ അസിം മുനീറിന്റെ ഒരു മോട്ടീവാണ് ഒരുപക്ഷെ ഈ ആക്രമണത്തിന്, പഹൽഗാം ആക്രമണത്തിന് കലാശിച്ചതും. ഒരു യുദ്ധം ഉണ്ടാകേണ്ടത്, പരിമിതമായ തോതിലെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകേണ്ടത് ഇപ്പോൾ അസിം മുനീറിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അധികാരം ഏറ്റെടുക്കാൻ ഒരു വഴി എന്ന നിലയിൽ ഇങ്ങനെ മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. പർവേസ് മുഷറഫ്
1999 കാർഗിൽ ആക്രമണത്തിന് ശേഷം അധികാരമേറ്റെടുക്കുക നമ്മൾ ഓർക്കുന്നു. സിയാഉൾ ഹക്ക് അധികാരമേറ്റെടുത്ത സാഹചര്യം നമുക്കറിയാം. അതുപോലെ മുൻകാലങ്ങളിലെല്ലാം തന്നെ അയൂബ് ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അധികാരമേറ്റെടുത്ത സൈനിക ജനറൽമാർ രാഷ്ട്രീയ അധികാരം കാലാകാലങ്ങളിൽ ഏറ്റെടുത്തതിന് പിന്നിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങളായിരുന്നു, അതിനുള്ള തിരിച്ചടികൾ ആയിരുന്നു എന്നുകൂടി ഓർക്കുക. അതുകൊണ്ട് തീർച്ചയായും പാകിസ്ഥാന്റെ ഭാഗത്ത് സൈനികമായ തയ്യാറെടുപ്പുകളുണ്ട്. പക്ഷെ ദീർഘകാല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദീർഘകാല യുദ്ധത്തിനുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലല്ല, ഒരു സൈനിക അവസ്ഥയിലല്ല. പക്ഷെ ഒരു കാര്യം കൂടി ഓർക്കണം, അതിശക്തമെന്ന് കരുതുന്ന റഷ്യൻ സൈന്യത്തിന് 2-3 വർഷം കഴിഞ്ഞിട്ടും ഉക്രൈന്റെ മേൽ പൂർണ്ണ ആധിപത്യം നേടാൻ കഴിഞ്ഞില്ല. കാരണം പാശ്ചാത്യ രാജ്യങ്ങൾ സഹായത്തിനെത്തി എന്നതുകൊണ്ടാണ്. അതുപോലെ ഇസ്രായേൽ എന്ന ശക്തമായ രാജ്യത്തിന് ചെറിയൊരു 365 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമുള്ള ഗാസയെ പൂർണ്ണമായി കീഴടക്കി ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആധുനിക കാലത്തെ യുദ്ധങ്ങളൊക്കെ ദീർഘമായി തുടങ്ങി വെക്കാൻ എളുപ്പമാണ്, പക്ഷേ അവസാനിപ്പിക്കാൻ, ഒരിടത്ത് പിടിച്ച് കെട്ടാൻ ബുദ്ധിമുട്ടുള്ള യുദ്ധങ്ങളാണ് ആധുനിക കാലത്തെ യുദ്ധങ്ങൾ. ഒരു പൂർണ്ണ വിജയമോ പൂർണ്ണ പരാജയമോ ഒരു രാജ്യത്തിനും സമീപ ഭൂതകാലത്ത് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് നിറവേറ്റുക എന്നതിനുപരിയായ ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്ട്, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.